ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ ഷോൾ ഉണ്ടാവുമല്ലോ, ഇതെങ്ങനെ ലെയറായിട്ട് നമുക്ക് കുത്തിയെടുക്കാം, അതായത് നല്ല ഒതുക്കത്തിൽ എങ്ങനെ കുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഷോൾ ധരിച്ചിട്ട് പോയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇങ്ങനെ ലെയറായിട്ട് നല്ല ഒതുക്കത്തിൽ കുത്തിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതാണ് ഞാനിത് എന്തുകൊണ്ടൊരു കണ്ടൻറ് ആക്കിക്കൂടാന്നുള്ളതിൽ എത്തിയത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇതുപോലെയൊക്കെ ഷോൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു ഷോൾ എടുത്തിട്ട് ഞാനിപ്പോൾ വൈറ്റ് ഡ്രസ്സിന് കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്തിട്ടാണുള്ളത് ഒരു ഷോള്. അപ്പോൾ രണ്ട് പിന്നും ഞാൻ സേഫ്റ്റി പിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സേഫ്റ്റി പിൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറൈറ്റി കളർ എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. വൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ പച്ച ഷോളാണ് എടുക്കുന്നത്. ഇത്രയും ലെങ്ത്തുള്ള ഷോളാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ എൻഡ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ എഡ്ജ് വരുന്ന ഈ ഭാഗം ലേസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ലേസ് നമുക്ക് പുറമേ വരത്തക്ക വിധത്തിൽ വേണം ഇത് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ ലേസ് മേലെ വരുന്ന വിധത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ഇതായിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് 2 സൈഡ് ഷോളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് ചിലവരത് കാണുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപകാരമാണ് കേട്ടോ. അത് അവിടെ നിന്ന് നീങ്ങി പോകത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് സാരിയുടെ നമ്മളെ പ്ലീറ്റ് എടുക്കത്തില്ലേ, അതുപോലെ ഇതിന് എടുക്കുകയാണ് കേട്ടോ. ഇതിന് ഞൊറിവ് എടുക്കുന്നുണ്ട്. ചെറിയ ഇതിലാണ് എടുക്കുന്നത്. അത് എത്രയാണ് അതിൻ്റെ അളവ് എന്നുള്ളത് ഞാൻ സ്കെയിൽ അളന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ ഇതെല്ലാം ഒരേ സൈസിൽ വേണം നമ്മളിതുപോലെ ഞൊറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ ഭംഗിയായിട്ട് നിൽക്കില്ല കേട്ടോ. വെറുതെ എന്താ പറയുക, തട്ടിക്കൂട്ടി എടുക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ റിസൾട്ട് എടുത്തില്ല. ഇതെല്ലാം ഇപ്പോൾ ഒരേ സൈസിലാണ് ഇരിക്കുന്നത്. നല്ല ഒതുക്കമുള്ള ഷാളൊക്കെ ആണെങ്കിൽ ഭയങ്കര നീര് ഷാൾ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഇതിപ്പം ഇത്തിരി ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഷോളാണ്. അപ്പോൾ ഇതിൻ്റെ സൈസാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്കെയിലിൽ സെൻറ്റിമീറ്റർ അളവെടുക്കുകയാണെങ്കിൽ ഇതിന് 3.5 കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കറക്റ്റ് കാണുന്നില്ല കേട്ടോ, വീഡിയോയിലായതുകൊണ്ട് കറക്റ്റ് കാണില്ല. 3.5 ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എൻഡിൽ ഇവിടെ പിടിച്ചിട്ട് കണ്ടില്ലേ, ഇത് രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ ഷോള് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഞാൻ ഒരു ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഷോളിൻ്റെ എൻഡ് ഈ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം കണ്ടില്ലേ, നമ്മൾ ആ സൈസിന് കറക്റ്റായിട്ട് ഈ ലേസ് ഇങ്ങനെ മേലെ കുത്തി കഴിഞ്ഞാൽ ലേസ് പുറമേ വരത്തക്ക വിധത്തിൽ നമ്മളിതാ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോരോ ലെയറായിട്ട് ഇതുപോലെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇത് ഇളകി പോകാൻ വേണ്ടി വെള്ളം നല്ല ടൈറ്റായിട്ട് വലിച്ച് പിടിക്കുക കേട്ടോ. നമ്മളെ സാരിയുടെ പ്ലേറ്റൊക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ല നീറ്റായിട്ട്, പരമാവധി നീറ്റായിട്ട് എടുക്കുക. ചെറിയ ലെയർ തന്നെ ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ എടുത്ത ഏകദേശം ആ ഒരു സൈസിൽ വരുന്ന ലെയർ തന്നെ. അപ്പോൾ ഞാനിതാ എല്ലാം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു കയ്യിൽ. എന്നിട്ട് നമുക്ക് ആ നടുഭാഗം അങ്ങോട്ടേക്ക് വിടാം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ജോയിൻ ചെയ്ത് പിടിച്ചാൽ മതി. ഈസിയാണിത്. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും, പിന്നെ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡൊക്കെ എല്ലാം ഒന്ന് എന്താ പറയുക ജോയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് അതേപോലെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഒരു സൈഡ് നമുക്കൊരു ഷോൾഡറിൻ്റെ മേലെ കുത്താം കേട്ടോ. ഡ്രസ്സിൻ്റെ ഷോൾഡറിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട്. ഇതാണ്ടില്ലേ, ആ ലേസ് ഞാൻ പുറത്ത് വരുന്നത്, അതായത് പുറമേ ഇടുമ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗം വരുന്നത് തന്നെയാണ് കുത്തിവെക്കുന്നത്. ഇപ്പം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു ഭാഗം ഫസ്റ്റ് ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ കുത്തി വെക്കുക. കുത്തുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഇതുള്ള സൂചി തന്നെ എടുക്കുക കേട്ടോ. സേഫ്റ്റി പിന്നെ തന്നെ നമ്മൾ എടുക്കുക. കട്ടിയുള്ള ഇത് കുത്തുമ്പോൾ നമ്മൾ തുരുമ്പിച്ചതൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ ഇത് ലെയറായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ കാണിച്ചു തരാമെങ്കിൽ കറക്റ്റ് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുത്തണമെന്ന് ആഗ്രഹമുള്ളവരത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഓരോരോ ലെയറായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും എടുക്കുന്നുണ്ട്.
ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് താഴോട്ടേക്കായിട്ട് വലിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നേരെ അങ്ങോട്ടേക്ക് പോകാതെ കുറച്ചിങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലെയർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടില്ല, കുറച്ച് താഴെ പോയിട്ടാണ് ഞാൻ ലെയർ എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിവിടെ കുത്തിയിട്ട് ഈ സൈഡിൽ നിന്ന് ഒന്ന് വലിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. കുത്തിയിട്ടല്ല, കുത്തുന്നതിന് മുന്നേ തന്നെ നമ്മളിത് വലിച്ചു കൊടുക്കുക. കണ്ടില്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. ഞാനവിടെ ശരിയാക്കുന്നതാണ് ആ ഷോൾ. കറക്റ്റ് ഇത് ഞാൻ ശരിയാക്കി എടുക്കുന്നതാണ്. എന്നിട്ട് നമ്മളിത് ചെറുതായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ വലിച്ചെടുക്കുന്നില്ല, അതുപോലെ വലിച്ച് ശരിയാക്കിയെടുക്കുക. നല്ല റൗണ്ടായിട്ട് വരുന്നവരെ ഒന്ന് വലിച്ച് ഓരോ പ്ലേറ്റും നമ്മളെടുക്കുന്ന സമയത്ത് മേലെ കയറി വന്നിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിച്ച് നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നല്ല ആ ഒരു ഷേപ്പ് കിട്ടുന്നവരെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതവിടെ പിൻ ചെയ്യുക. അപ്പോൾ ഞാനിത് കുത്തി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് ഷോൾ കുത്തിയതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഷോൾ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അധികം ഇങ്ങനെ ഇടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പല ട്രെൻഡ് മാറി വരികയാണെങ്കിൽ എങ്ങനെ ഇട്ടാലും ട്രെൻഡ് തന്നെയല്ലേ. എനിക്കിഷ്ടമാണ് ഇതുപോലെ ഷോൾ ഇടാൻ വേണ്ടിയിട്ട്. വേറെ ലെയറായിട്ട് ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവർ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വെയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഭംഗി അങ്ങനെ നോക്കരുത്. കാരണം നിങ്ങൾക്കൊക്കെ വെയർ ചെയ്യണമെങ്കിൽ ഇതിലും ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ല, ആ ഒരു കുറച്ചും കൂടെ ഒതുക്കുള്ള ഷോളൊക്കെ ആണെങ്കിൽ നല്ല ചെറിയ ലെയറായിട്ട് അത് വന്നു നിന്നിട്ടുണ്ട്. കറക്റ്റ് അത് വീഡിയോയിൽ എന്താ പറയുക എടുത്ത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഷോൾ വെയർ ചെയ്യുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്താൽ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.